ഈ വീഡിയോയിൽ ജസ്റ്റ് പൈത്തൺ ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന ഫീച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് കുറച്ച് എക്സാമ്പിൾസ് എടുക്കുന്നു, പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത, അതിൻ്റെ ജസ്റ്റ് ബേസിക് സിൻടാക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ തിങ്ക് ലേൺ കോഡ്. എന്താണ് ശരിക്കും ലിസ്റ്റ് കോംപ്രഹെൻഷൻ? ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒറ്റ സിംഗിൾ ലൈനിൽ നമ്മുടെ കണ്ടീഷൻസും നമ്മുടെ ഐട്രേഷൻസും എല്ലാം നമ്മൾ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാനൊരു ബേസിക് സിൻടാക്സ് തന്നിട്ടുണ്ട്. അതായത് x+1, അതായത് നമ്മുടെ ഒരു ഔട്ട്പുട്ട് ഒരു അറേയിലോട്ട് കൊടുക്കുന്നു. ആ അറേയിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഐട്രേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് എന്നാൽ വേറെ അറേയിലൂടെ ഐട്രേഷൻ നടക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ ഒരു അതും എല്ലാം കൂടെ ഒറ്റ സിംഗിൾ ലൈനാണ്. കാരണം നമ്മളിപ്പം മൾട്ടിപ്പിൾ ലൈൻസിൽ എഴുതിയിട്ട് ഒരു 5 or 6 ലൈൻസ് കൊണ്ട് നമ്മൾ തീർക്കുന്ന ഒരു സീക്വൻസ് ഓഫ് കോഡ് ലൈൻസിനെ നമ്മളൊരു സിംഗിൾ ലൈൻ കൊണ്ട് ഇവിടെ തീർക്കുകയാണ് ചെയ്യുന്നത്. 4 കണ്ടീഷൻസ് ഞാൻ മെയിനായിട്ട് പറയുന്നുണ്ട്. എന്താണ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്? ലൂപ്പ് ത്രൂ ഐറ്റംസ്, പിന്നെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ന്യൂ ലിസ്റ്റിലോട്ടാണ് നമ്മുടെ ഈ ഐറ്റംസിനെ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണ്ടീഷൻസ് യൂസ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാത്തപ്പോൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച്, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് ചേഞ്ച് ആവും. ശരിക്കും എന്തിനാണ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ യൂസ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഈ സ്ലൈഡിൽ 3 കീ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഷോർട്ടറാണ്, ഫാസ്റ്ററാണ്, റീഡബിളാണ്. അപ്പോൾ ഞാൻ ഫ്രം ബോട്ടം സ്റ്റാർട്ട് ചെയ്യാം. റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, കുറേ ലൈൻസ് കൊണ്ട് എഴുതി നമ്മളൊരു പ്രോഗ്രാമിനെ കൂടുതൽ കോംപ്ലക്സ് ആക്കുന്നതിൽ നല്ലത് ഒറ്റ സിംഗിൾ ലൈനിൽ നമുക്കിതിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ പ്രോഗ്രാമർ നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ലൈനിൽ മൊത്തം നമ്മുടെ ഫംഗ്ഷൻസ് കാണുന്നു. അപ്പം അതൊരു അറയിലോട്ട് സേവ് ചെയ്തിരിക്കുന്നു, അവിടെ കണ്ടീഷൻസ് എന്താ ചെക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ അങ്ങനെ കാണാം. അപ്പോൾ ഞാനത് അടുത്ത കമ്മിങ് സ്ലൈഡ്സിൽ എങ്ങനെയാണ് രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫാസ്റ്റർ ആൻഡ് ഷോർട്ടർ എന്ന് പറയുമ്പോൾ, ഷോർട്ടർ എന്ന് പറഞ്ഞാൽ ഈ റീഡബിലിറ്റിയുടെ ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഈ മൾട്ടിപ്പിൾ ലൈൻസിൽ എഴുതുന്ന ഒരു കോഡിനെ സിംഗിൾ ലൈനിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നൊരു ഇത് തന്നെയാണ് ഈ ഷോർട്ടർ എന്നുകൊണ്ടും ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ, നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമ്മളൊരു കമ്പാരിസൺ നോക്കാം. ലിസ്റ്റ് കോംപ്രഹെൻഷനും അല്ലാണ്ടുള്ള ട്രഡീഷണൽ ലൂപ്പും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്ന സാഹചര്യത്തിൽ ഫസ്റ്റത്തെ ലൈൻ കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ അറേനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്, കുറച്ച് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനിൽ നമ്മൾ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു അറേ എടുത്തു, അതൊരു empty അറേ. ആ അറേയിലോട്ട് ഫോർ ലൂപ്പും വെച്ചു. ആ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കണ്ടീഷൻ നമുക്ക് വേണ്ട നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് കോംപ്രഹെൻഷൻ നോക്കുമ്പോൾ ഈ 3 ലൈൻസിലുള്ള ഫുൾ കോഡ്സിനെ ഒറ്റ സിംഗിൾ ലൈനിൽ, അതായത് സ്ക്വയർ എന്ന് പറഞ്ഞ ആ ലിസ്റ്റിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ടും കൊടുക്കുന്നു, നമ്മുടെ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യാനുള്ള ലൂപ്പും കൊടുക്കുന്നു. അതായത് ഇവിടുത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളിപ്പോൾ n എലമെൻ്റ് ഉണ്ട്, നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയേഴ്സിനെ അറയിലോട്ട് പുഷ് ചെയ്യാണ് വേണ്ടത്, അപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബേസിക് സിൻടാക്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആദ്യം ഔട്ട്പുട്ടിനെ നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഐട്രേറ്റ് ചെയ്യാനുള്ള അറേ വിത്ത് നമ്മുടെ ഫോർ ലൂപ്പ് കൊടുക്കുന്നു. എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടീഷൻ ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് കണ്ടീഷൻ ഉണ്ടെന്ന് ആവശ്യമില്ല, കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ആ ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ട് നമ്മൾ ആ സ്ക്വയേഴ്സ് എന്നുള്ള പുതിയ അറയിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കണ്ടീഷൻ വരുന്ന സാഹചര്യം വരുമ്പോഴോ, നമ്മൾ ഓൾറെഡി നമുക്ക് പൈത്തണിലുള്ള കണ്ടീഷൻസ് പോലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈഫ് യൂസ് ചെയ്യാം, എൽസ് യൂസ് ചെയ്യാം, എലിഫ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈഫും എൽസും എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. ഈഫ് എന്ന് പറയുമ്പോൾ ഒറ്റ സ്റ്റേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാനിവിടെ ഒരു 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റത്തത് ഈവൻ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാനുള്ളൊരു സിംഗിൾ, ജസ്റ്റ് ഈവൻ നമ്പേഴ്സ് മാത്രം അവിടെ എഴുതുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ സിൻടാക്സ് പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യം ഞാൻ n എന്ന് പറയുന്ന ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നു. അതാണ് നമുക്ക് നമ്മുടെ അറയിലോട്ട് പുഷ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ലൂപ്പ് കൊടുക്കുന്നു, ഫോർ n ഇൻ നമ്പേഴ്സ് കൊടുക്കുന്നു, നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പ്രഷൻ വെച്ച് കൊടുക്കാം. അതാണ് ഈ n × n എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി എൽസ് വരുന്ന സാഹചര്യം വരുന്ന സമയത്ത് മാത്രം ഇതിൻ്റെ കണ്ടീഷൻ മാറും. അതായത് നമ്മൾ കണ്ടീഷൻ ഈഫ് എന്ന് പറയുന്നത് ഇവിടെ ലാസ്റ്റാണ് എഴുതുന്നത്. എൽസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈഫിന് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് നമ്മൾ എഴുതുന്നു, ഈഫിൻ്റെ കണ്ടീഷൻ എഴുതുന്നു, പിന്നെ എൽസ് എഴുതുന്നു, എൽസിൻ്റെ കണ്ടീഷൻ എഴുതുന്നു. എന്നിട്ടാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്യാനുള്ള ലൂപ്പ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്ത സ്ലൈഡ് എന്ന് പറയുമ്പോൾ
നെസ്റ്റഡ് ലൂപ്സും ഫങ്ഷൻസും ഓൾസോ ഇതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരു ലൂപ്പിനുള്ളിൽ അടുത്തൊരു ലൂപ്പ് എഴുതുന്നൊരു സ്റ്റേറ്റിനെയാണ് നമ്മൾ നെസ്റ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ജസ്റ്റ് പെയേഴ്സ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിപ്പം ഓർഡർ പെയർ x, y ഫോർ എക്സിൻ നമ്മുടെ ഫസ്റ്റത്തെ 6 പിന്നെ അടുത്ത 6 അങ്ങനെയാണ് നെക്സ്റ്റ് ലൂപ്പ് വെച്ചത്. അറിയാം, ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ മനസ്സിലാക്കാം. പിന്നെ ഇവിടെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിട്ടേൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്ക്വയർ, ഒരു വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ സ്ക്വയറിനെ നമ്മൾ നമ്മുടെ ലിസ്റ്റ് കോമ്പറേഷനിൽ പാസ് ചെയ്തു. ഇവിടെ ഇപ്പം ഞാൻ നോർമൽ എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. നമ്മൾ മുമ്പോട്ടുള്ള പൈത്തൺ വലിയ വലിയ പ്രോഗ്രാംസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ പൈത്തണിൻ്റെ ഡാറ്റ സയൻസ് ഫീൽഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മുമ്പോട്ടുള്ള പ്രോസസ്സുകൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ലൈബ്രറീസിനെ ആയിരിക്കും. കാരണം മാത്ത് എന്ന് പറഞ്ഞൊരു ലൈബ്രറി നമുക്കുണ്ട്, ഫുള്ള് സ്ക്വയേഴ്സും പവേഴ്സും എല്ലാം കാണാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കൂടുതൽ ഫംഗ്ഷൻസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് മാത്രമാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് ലിസ്റ്റ് കോമ്പറേഷൻ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പത്തെ എക്സാമ്പിളിൽ കണ്ടു ഈഫ് ഈവൻ അങ്ങനെ ഓഡ്, ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ കണ്ടു. ഇനി അതല്ല, ആ ഈവൻ്റെ കൂട്ടത്തിൽ വേറെ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും യോജിക്കുന്നൊരു കാര്യമല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോജിക്ക് ടു കോംപ്ലക്സ് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ പ്രോബ്ലം തന്നു. പക്ഷേ നമുക്ക് ആ പ്രോബ്ലത്തിൽ വെറുതെ ലിസ്റ്റ് കോമ്പിനേഷൻ കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. നമ്മളത് അനലൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്യൂഡോ കോഡോ അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോജിക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഓരോരോ കണ്ടീഷൻസ് വരുന്നത് ടു കോംപ്ലക്സ് ആണെങ്കിൽ വെറുതെ ഇതിന് ലിസ്റ്റ് കോമ്പിനേഷൻ കയറേണ്ട കാര്യമില്ല. അല്ലാത്ത നോർമൽ രീതിയിൽ തന്നെ നമുക്ക് എഴുതി പോകുന്നതാണ്. പിന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തു റീഡബിലിറ്റി കൂടുമെന്ന്. അത് റീഡബിലിറ്റി കൂടും, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ കോംപ്ലക്സ് ലോജിക്കിനെ തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ റീഡബിലിറ്റിക്ക് വേണ്ടി മാത്രം ഇതിനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പുതിയൊരു പ്രോഗ്രാമർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കോഡിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ വരുന്ന സമയത്ത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഇതൊരു ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഈ ലിസ്റ്റ് കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ജസ്റ്റ് ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പൈത്തൻ്റെ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വെച്ചിട്ട് ജസ്റ്റ് നോർമലായിട്ടൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് വേണ്ട ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രണ്ട് കണ്ടീഷൻസാണ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ നിന്ന് കുറച്ച് ഡിജിറ്റ്സിനെ കണ്ടുപിടിച്ച് അതൊരു അറയിലോട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 2 ഡയമെൻഷൻ അറേനെ ഒരു ഫ്ലാറ്റ് അറേ ആക്കുന്നു. അപ്പോൾ ഞാനിവിടെ എസ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് എടുത്തു. സ്ട്രിങ്ങിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സും ഉണ്ട്, ഇൻറ്റിജേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് നമ്പേഴ്സിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഒരു പുതിയ അറയിലോട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡിജിറ്റ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തു. അറേ ഓൾറെഡി മെൻഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് അറേ ഇൻഡ് ഓഫ് സി എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് എനിക്ക് വേണ്ട ഔട്ട്പുട്ട്. പക്ഷേ ഇങ്ങനെ ഇടുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ആദ്യം ഞാൻ എന്താണ് എൻ്റെ ലൂപ്പ് എന്ന് നോക്കുക. അപ്പോൾ എനിക്ക് വേണ്ട നമ്പേഴ്സിനാണ്. അപ്പോൾ ഞാൻ എഴുതി ഫോർ സി ഇൻ എസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിലുള്ള ഓരോ വേരിയബിൾസ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെ എടുക്കാൻ വേണ്ടി ഞാൻ സി എന്ന് എഴുതി. എന്നിട്ട് എൻ്റെ കണ്ടീഷൻ എഴുതി. എന്താ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റ് ആണോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കണ്ടീഷൻ എടുത്തു, ഈസ് ഡിജിറ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ ഡിജിറ്റ് ആണെങ്കിൽ ഈ ലൂപ്പിലെ എടുക്കുന്ന ഓരോ ക്യാരക്ടറും ഡിജിറ്റ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടാണ് നമ്മൾ നമ്മുടെ അറയിലോട്ട് കൊടുക്കും. അപ്പം നമ്മൾ ഫുൾ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി നമ്മുടെ ഐറ്ററേഷൻ വെച്ച് നമ്മുടെ ഔട്ട്പുട്ടും കൊടുത്തു. അപ്പോൾ നമുക്കൊരു പുതിയ അറേ കിട്ടി. ഇനി ആ പുതിയ അറേനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിട്ടേൺ ചെയ്ത് കാണിക്കുന്നു. കാരണം നമ്മൾ ജസ്റ്റ് എന്താണ് ഔട്ട്പുട്ട് എന്ന് കാണാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഒരു 2 ഡയമെൻഷൻ അറേനെ ഒരു ഫ്ലാറ്റ് അറേ ആക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 2 ഡയമെൻഷൻ അറേ എടുക്കുന്നു. ജസ്റ്റ് ഒരു സീക്വൻസ് പോലെ തന്നെ എടുക്കുന്നു. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കേണ്ടതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അറേനെ മുഴുവനായിട്ട് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ഐറ്ററേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ ഞാൻ ഒരു കണ്ടീഷനാണ് യൂസ് ചെയ്തത്. അതായത് നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ എടുക്കണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്, അതായത് സിംഗിൾ ലൈനിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി നെക്സ്റ്റഡ് ലൂപ്പ് ഈ ലിസ്റ്റ് കോമ്പറേഷനിൽ എഴുതുന്നതിനെ കുറിച്ച് കണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ആ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ നെസ്റ്റഡ് ലൂപ്പ് എഴുതിയിട്ട് നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ കണ്ടതും ഇത് ഫ്ലാറ്റ് ആക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു, അതായത് ഫോർ റോ ഇൻ മെട്രിക്സ്. റോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ഫസ്റ്റത്തെ റോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചത്. നമുക്ക് പറഞ്ഞ 2 ഡയമെൻഷൻ അറേയിൽ എപ്പോഴും റോസും കോളംസും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു. രണ്ടാമത്തിൽ ഫോർ നമ്പർ, അതായത് അതിൽ ഓരോ നമ്പേഴ്സിന് എടുക്കാൻ വേണ്ടി ഞാൻ എഴുതി. അപ്പോൾ നമ്മുടെ ആണ്, അതായത് നമ്പേഴ്സാണ് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. കാരണം റോയിലൂടെ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു സിംഗിൾ ഇൻഡിജർ അല്ലെങ്കിൽ സിംഗിൾ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അത് നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ അറേയിലോട്ട് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിനെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്ലാറ്റ് സിംഗിൾ ലൈൻ ഒരു അറേ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ 2 ഡയമെൻഷണൽ അറേനെ, അതായത് മെട്രിക്സിനെ നമ്മൾ സിംഗിൾ ലൈനാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്.